ചേച്ചി, അപ്പം അഭിനയ ജീവിതത്തില് ചേച്ചിക്ക് സന്തോഷം തന്ന മലയാളം ഇൻഡസ്ട്രി ആണോ അതോ തമിഴ് ഇൻഡസ്ട്രി സിനിമകൾ ചെയ്തപ്പോഴാണോ ഒരു ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയത് എവിടെയായിരിക്കും? അത് രണ്ടിതിലും ഏകദേശം ഒരേപോലെ തന്നെയാണ്. എങ്കിലും തമിഴിൽ കുറച്ചുകൂടെ കൂടുതൽ എന്തെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് എക്സ്പീരിയൻസ് കഴിഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയത്. അതെ അതെ, ബേസിക് ഡിഗ്രി കഴിഞ്ഞിട്ട് മാസ്റ്റേഴ്സ് ചെയ്യും പോലെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നു. അപ്പം മോർ കംഫർട്ടബിൾ. പിന്നെ അവിടുത്തെ രീതികൾ വന്നിട്ട് കുറച്ചുകൂടെ ഓവർ കെയറിങ് ആണ്. അങ്ങനത്തെ ഇവിടെ അല്ലെന്നല്ല, തമിഴ് ഇൻഡസ്ട്രി കുറച്ചുകൂടി വലുതല്ലേ നമ്മുടെ മലയാളം കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അതങ്ങനെയായിരുന്നു. യെസ്. അപ്പോൾ എന്തായാലും നമുക്ക് ഒരു വിശേഷങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു ഗെയിമിലേക്ക് പോവാം. കുറച്ച് പിക്ചേഴ്സ് ഞാൻ കാണിച്ചു തരും. അപ്പോൾ ആ മുഖങ്ങൾ കാണുമ്പോൾ മനസ്സിൽ എന്താണോ വരുന്നത് അവരെ കുറിച്ചിട്ടുള്ള ഒരു ഓർമ്മയാവാം, അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആവാം, വാട്ട് എവർ, അതങ്ങ് പറഞ്ഞാൽ മതി. ഓർമ്മയുണ്ടോ ഈ മുഖം, അതാണ് ഈ സെഗ്മെന്റിന്റെ പേര്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ആ മുഖം ആരുടെയാണെന്ന് നോക്കാം. യെസ്, ജയറാമേട്ടനും പാർവതി ചേച്ചിയും. ഇവരെ കാണുമ്പോ ഇങ്ങനെ കാണുമ്പോ മനസ്സിൽ എന്താണ് ഓർമ്മ വരുന്നത്? ഇത്രയും നല്ല കപ്പിൾ രണ്ടുപേരും. ഒന്ന് കപ്പിളിന് മാത്രമല്ല പിള്ളേരും അതുപോലെയാ. പക്ഷെ നമുക്ക് എനിക്ക് കുറച്ചെങ്കിലും ടച്ച് ഉള്ളത് പാർവതിയായിട്ടാണ്. മൂവിയിൽ അഭിനയിക്കുമ്പോൾ തൊട്ടേ ഞങ്ങൾക്ക് വന്ന് ഈ കോവിൽ പോണത് അങ്ങനത്തെ ശീലമുണ്ട്. ഞങ്ങൾ രണ്ടാളും ചേർന്ന് പോവാറുണ്ട്. രണ്ടുപേരും ചേർന്ന് പോവാറുണ്ട്. ഇവിടെ ട്രിവാൻഡ്രത്തായിരിക്കുമ്പോൾ ജയറാം വന്ന് ഭയങ്കര എനർജറ്റിക് ആൻഡ് ഭയങ്കര എന്താ പറയണ, ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സിനെ കാട്ടി ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും, ലൈവാണ്. അത് മോളും അങ്ങനെയാണ്. പാർവതിയുടെ മോളും മക്കളും അത്രയും നല്ല പിള്ളേർ. അപ്പം നമുക്കൊരു സ്പെഷ്യലായിട്ട് ഒരു അറ്റാച്ച്മെന്റ് തോന്നൂല, അങ്ങനത്തെ ഒരു പേഴ്സൺ. സൂപ്പർ. അപ്പൊ എന്തായാലും അതാണ് ഈ ഓർമ്മ. ഇനി അടുത്ത പിക്ചർ ആരുടെയാണെന്ന് നോക്കാം. ജഗദീഷ് സർ, ജഗദീഷ് ശ്രീകുമാർ എന്ന് പറയുമ്പോൾ അത് മോള് കുറച്ച് ഇമോഷണൽ ആവും. നമുക്ക് അത്ര ക്ലോസ് ആയിരുന്നു. അമ്മയെ അക്കാന്നാ വിളിക്കണത് തന്നെ. അപ്പം അദ്ദേഹത്തിൻ്റെ മൂവിയിലായിരുന്നാലും എന്നെ കാസ്റ്റ് ചെയ്തപ്പോൾ ഡയറക്റ്റ് ചെയ്ത മൂവിയാണ് അന്നക്കുട്ടി കോടാമ്പക്ക. അത് ആ പടത്തിന് ആക്ച്വലി സിത്താരയായിരുന്നു കാസ്റ്റ് ചെയ്തിരുന്നത്. അപ്പം സിത്താരയ്ക്ക് വേറൊരു പടത്തിൽ ആ സമയത്ത് പോവേണ്ടി വന്നത് കാരണം പെട്ടെന്ന് വന്നാണ് എന്നെ അതിലോട്ട് കാസ്റ്റ് ചെയ്യണത്. അപ്പം രാത്രി ഉറങ്ങായിരുന്നു. വന്ന് അക്ക എവിടെ എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് നാളെ തിരിക്കണം ഇവിടെ നിന്ന്, ഇവളാണ് അഭിനയിക്കണത്. അങ്ങനെ അഭിനയിച്ച പടമാണ് അന്നക്കുട്ടി കോടാമ്പക്കം. അത് നമ്മുടെ ജഗദീഷ് സർ ഡയറക്ട് ചെയ്തതെന്ന് വെച്ചാൽ അദ്ദേഹം ഡയറക്ടറായിട്ട് ആർക്കും നിറയെ പേർക്ക് അറിയില്ല. അങ്ങനെ അഭിനയിച്ച പടമാണ്. ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചാൽ സെറ്റിൽ ഒരു ഷോട്ട് കൂടെ നമുക്കായിട്ട് അഭിനയിക്കാനേ പറ്റില്ല. എന്നുവെച്ചാൽ ഒരു പ്രാവശ്യം പറയുന്ന എല്ലാവർക്കും ആ ഷോട്ടിൽ ഇങ്ങനെ അഭിനയിക്കുമ്പോ അടുത്തിങ്ങനെ മാറും. അപ്പൊ നമ്മള് ഓരോ ടേക്കിനും ഓരോരോ. അപ്പൊ നമുക്ക് എങ്ങനെ വരും, ചിരിക്കാൻ മാത്രമേ നേരമുള്ളൂ. അങ്ങനത്തെ ഒരു മലയാളികളെ മുഴുവനും ചിരിപ്പിച്ച ഒരു മഹാനടനാണ്. അപ്പൊ ഇന്നും നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ തിരിച്ചുവരവിനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇനി അടുത്ത ആരാണ് നോക്കാം. ഓഹോ, സുരേഷ് ഏട്ടൻ, നമ്മുടെ സ്വന്തം ജനനായകൻ സുരേഷ് ഗോപി. റിയൽ ഹീറോ എന്ന് പറയുന്നത്, ട്രൂ ഹ്യൂമൻ ബീയിങ്, അങ്ങനത്തെ ഒരു പേഴ്സൺ ആണ്. പക്ഷെ ഭയങ്കര കെയറിങ് ആൻഡ് അറ്റാച്ച്മെന്റ്, സ്പിരിച്വലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ്. എപ്പോഴും ഞങ്ങളൊക്കെ ഒന്നായിട്ട് കോവിലിൽ പോയിട്ടുണ്ട്. അങ്ങനെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഡ്മയർ ചെയ്യണ ഒരു പേഴ്സൺ. അദ്ദേഹത്തിനെ ഞാൻ ഇടയിൽ ചെന്നൈയിൽ വെച്ചുകൊണ്ട് ട്രിവാൻഡ്രത്തിൽ ഒരു പ്രാവശ്യം ഒരു വെഡിങ്ങിന് വന്നപ്പോ കണ്ടു. അവിടെ സുരേഷിന്റെ കൂടെ മൂവി ചെയ്തിട്ടില്ല, 2 മൂവി ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ? അന്നക്കുട്ടിയില് അദ്ദേഹത്തിന്റെ പേരാണ്, അതേമാതിരി കുറ്റപത്രം രണ്ടിലും അദ്ദേഹത്തിന്റെ പേരായിരുന്നു. ഞാന് രാധ ചേച്ചി ഞാനും സ്കൂൾ മേറ്റ് ആണ്, അദ്ദേഹത്തിന്റെ വൈഫ്. ഓ, അത് ശരി. വേറെ ക്ലാസ്സസ് സ്കൂൾ മേറ്റ്സ് ആണ്. അപ്പൊ ഈ ഇവരുടെ ലവ് മാരേജ് അതിനെ കുറിച്ചൊക്കെ അറിവുണ്ടായിരുന്നു? ലവ് മാരേജ് എന്ന് പറയാൻ പറ്റില്ലല്ലോ അവരുടെ. ലവ് മാരേജ് എന്നല്ല, ഇദ്ദേഹം ഇഷ്ടപ്പെട്ടു. രാധ ചേച്ചിയെ ഇഷ്ടപ്പെടാത്തത് ആരാണ്? അതെ അതെ അതെ, അത്ര എന്ന് വെച്ചാൽ ഞങ്ങൾ സ്കൂളിൽ പോകുമ്പോ രാധ ചേച്ചി ഇങ്ങനെ ലഞ്ച് ബ്രേക്കിൽ വരുമ്പോ ഇങ്ങനെ നോക്കി നിൽക്കും. നിങ്ങൾ നോക്കും? പെൺകുട്ടികൾ നോക്കി? ഞങ്ങള് ഗേൾസ് ഹൈസ്കൂളാണത്. ശരി. അപ്പം ഞാനൊക്കെ ഇപ്പോഴും പറയാ, രാജ ചേച്ചി ഇടയിൽ കണ്ടപ്പോ ഞാൻ പറഞ്ഞു, ഇങ്ങനെ നോക്കിക്കൊണ്ട് അത്ര ഭംഗിയാണ് കാണാൻ. അപ്പം ലക്കി. അതെ, അപ്പൊ സുരേഷ് ഏട്ടനാണ് ലക്കി, രാധിക ചേച്ചിയെ ഞാൻ അങ്ങനെ പറയില്ല. രണ്ടുപേരും ലക്കിയാണ്. ചെറുതിലേ തൊട്ടുള്ള ഇത് കാരണം നമ്മുടെ അഡ്മിറേഷനുള്ള ഒരു പേഴ്സൺ കിട്ടുമ്പോ രാജ ചേച്ചിയിലെ ഫസ്റ്റ് പറയുള്ളൂ. അതെ അതെ. ഇനി അടുത്ത ഒരാളും കൂടി ഉണ്ടാവും, അതാരാന്ന് നമുക്ക് നോക്കാം. സാർ, ഇത് എന്റെ അച്ഛൻ്റെ അടുത്ത് ഭയങ്കര ക്ലോസ് ആയിരുന്നു. അത് കാളിദാസനിൽ ഉണ്ടായിരുന്ന സമയത്ത്. അപ്പം അച്ഛൻ സിംഗർ ആയത് കാരണം
ഈ ചെറിയ ലോകം അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ 3 മൂവി ഒന്നായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. നിറയെ ഷോർട്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്നത്. അപ്പം എന്നെ ഇരുത്തി അച്ഛൻ സിംഗറായത് കാരണം നീ പാടുമല്ലോ, നീ പാട് അച്ഛൻ്റെ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. അദ്ദേഹത്തിന് എപ്പോഴും ശ്രീധരൻ്റെ മകൾ എന്നുള്ള ഇതായിരുന്നു ഏറ്റവും കൂടുതൽ. അപ്പം എപ്പോഴും ഇരുത്തി നീ പാടില്ലേ ശ്രീധരൻ്റെ മോളിൽ എന്തായാലും പാടിപ്പിക്കും ഇരുത്തി. എനിക്ക് നമ്മള് പാടില്ലല്ലോ. ഇല്ല, ഇപ്പൊ എനിക്ക് പാടാൻ പറ്റില്ല. അന്ന് പാടുവായിരുന്നു. ഞാൻ കോളേജിലും മ്യൂസിക് മെയിനാണ് എടുത്തത്. ഓ അത് ശരി, നമ്മളെ പറ്റിച്ചു. ഇത്ര നേരം വന്നിട്ട് ഒരു 2 വരി പാടില്ല. ഇപ്പൊ എന്റെ വോക്കൽ കോഡ് പ്രോബ്ലം ആയത് കാരണമാണ് ഞാൻ പാടാത്തത്. തിലകൻ സാറ് അതായത് ഏതോ ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ചേച്ചിയെ വിളിച്ചു, പക്ഷെ അത് നടന്നില്ല. അതെ, തിലകനങ്ങൾ മാത്രമല്ല പൊന്നമ്മ ആന്റിയും ഒക്കെ ഉണ്ട്. കാട്ടുകുതിര എന്ന് പറഞ്ഞിട്ട് ഒരു ഡ്രാമ പ്ലേ ഉണ്ടായിരുന്നു പണ്ട്, ഭയങ്കര ഹിറ്റായത് നാടകം ഉണ്ടായിരുന്നു. അതിന്റെ റീമേക്ക് ആയിരുന്നു. വിശ്വംഭരൻ സാറായിരുന്നു ഡയറക്ഷൻ. അപ്പൊ അതിൽ വേറൊരു കുട്ടിയെ കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പം എന്നെ വന്നിട്ട് ഇവര് പറഞ്ഞു ഇല്ല ശ്രീജയെ ആ ക്യാരക്ടർ ചെയ്താൽ നന്നാവെന്നും പറഞ്ഞിട്ട് ആ കുട്ടി അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഓൺ ദി വേ ഒരു ആക്സിഡൻ്റ് ആയി. അത് കാരണം അത് അഭിനയിക്കാൻ പറ്റാതെ പോയി. അവര് 2-3 ദിവസം വെയിറ്റ് ചെയ്തു ഞാൻ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ചെയ്യാൻ പറ്റും. കാട്ടുകുതിര വിനീതായിരുന്നു ആ ഹീറോ. വിനീതേട്ടൻ. ഹീറോയിൻ ആര്? അഞ്ജു ആയിരുന്നു. അപ്പം ആ കുട്ടിയാണ് അത് അഭിനയിക്കണം എന്നുണ്ട്. അതുകൊണ്ടാണ് അത് അങ്ങനെ നടന്നത്. ചേച്ചിയുടെ ആക്സിഡന്റ് എന്തായിരുന്നു? മേജർ എന്തെങ്കിലും? മേജർ എന്ന് വെച്ചാൽ കാർ ആക്സിഡന്റ് ആയിരുന്നു. ഫുള്ള് രാത്രി എന്ന് വെച്ചാൽ വെയിറ്റിംഗ് ആണ്. ഈ മോസ്റ്റ്ലി എല്ലാ മൂവീസും ഇങ്ങനെ ചെയ്തതാണ് കൂടുതലും. പെട്ടെന്നുള്ള സഡൻ ആയിട്ട് കാസ്റ്റ് ചെയ്യണതായിരുന്നു. അപ്പം ട്രാവൽ ചെയ്യുന്ന മോർണിംഗിൽ അവിടെ ഇരിക്കണം ഷൂട്ട് സ്ഥലത്ത്. അപ്പം ഓൺ ദ വേ പോകുമ്പോൾ അവിടെ എത്താറായപ്പോഴാണ് ആക്സിഡന്റ് ആയത്. ഇങ്ങനെ തെറിച്ചു പോയി. ലിപ്സ് എല്ലാം ഫുള്ളാ കട്ടായി. 1 മാസം പിന്നെ സ്റ്റിച്ചൊക്കെ ഇട്ട് അങ്ങനെ ഇരിക്കേണ്ടി വന്നു. ലിപ്സ് ആണിത്. എനിവേ, ഒരുപാട് സന്തോഷം. കുറെ നല്ല ഓർമ്മകൾ, അതായത് ഒരുപാട് നാളായിട്ട് ചിലപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ ഓർക്കുന്നുണ്ടാവില്ലല്ലോ. അപ്പൊ അങ്ങനെ കുറെ നല്ല ഓർമ്മകൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്തതിന് ഒരുപാട് സന്തോഷം.